സബ് കളക്ടർ മാധ്യമങ്ങളോട്. ഇല്ല, കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരെ ഒരു ലീഗൽ, അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡിസിഷൻ ആണെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളതല്ല, അതിൻ്റെ ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. നാളെയല്ല, നമ്മളൊരു ഡേറ്റ് തീരുമാനിക്കും. നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡേറ്റ് തീരുമാനിക്കും. എനിക്ക് 1-2 പേരെ കൂടി കൺസൾട്ട് ആവശ്യമുണ്ട്. ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു തീയതി, എക്സ്ഹ്യൂമേഷൻ്റെ തീയതി നാളെ നമ്മൾ അറിയിക്കും. മുൻകരുതലിൽ പാളിച്ചയല്ല. നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ അടുത്തൊരു ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അറിയിക്കുന്നതായിരിക്കും. അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിവൈഎസ്പി അവരോട് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷെ നമ്മൾ അവരോട് ബന്ധപ്പെട്ട അഡ്വക്കേറ്റിനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഇപ്പം കുറച്ച് പേരുടെങ്കിലും ആരോപണം ഇതിലിപ്പം നമ്മൾ ഒരു റിലീജിയസ് ആംഗിൾ അല്ലെങ്കിൽ കമ്മ്യൂണൽ ആംഗിൾ കൊണ്ടുവരാൻ നോക്കുന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ലീഗൽ ബേസിസിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം അതിന്റെ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇല്ല, അങ്ങനെ ഒരു എലമെന്റ് ഇല്ല. നമ്മളിപ്പം അതൊരു ലീഗൽ കാര്യങ്ങൾ മാത്രമാണ്. ഏതൊരു സ്ഥലത്തും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഡിഫ്യൂസ് ചെയ്യണം. അപ്പം ആ ഒരു ഇതിന്റെ ബേസിസിലാണ് നമ്മൾ നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ഇത് പ്യുവർലി ഏതൊരു സ്ഥലത്തും ഒരു സ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ ബോഡി നമ്മൾ ഓൾറെഡി ഇപ്പം സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ഹ്യൂമേഷൻ ചെയ്തിട്ട് അതിന്റെ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമായിട്ടുണ്ട്. അപ്പം അതുമായിട്ടുള്ളൊരു സ്വാഭാവിക ഇല്ല ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് നാളെ നമ്മളൊരു ഡേറ്റ് എടുക്കും. നമ്മൾ എല്ലാവരുടെയും ഇനിയിപ്പം സർജന്റെ എല്ലാവരുടെ അവൈലബിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ട്. പുതിയ ഡേറ്റ് എടുത്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ചും കൂടി നമുക്ക് അവിടെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി കവറിങ്ങിന്റെ അതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. അത് അറിയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതിന്റെ ഉദ്ദേശം ചർച്ചയല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചിട്ടൊന്ന് കാര്യം ധരിപ്പിക്കുകയാണ്. പിന്നെ അതിന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഒന്ന് പ്രോപ്പർലി ഒന്നും കൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. താങ്ക് യു. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സബ് കളക്ടർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായ സംഘർഷങ്ങൾ, അതേ തുടർന്ന് ഇത് കുറച്ച് വൈകാരികമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിയമ നടപടിയാണ്, അത് തുടർന്നേ പറ്റൂ. പക്ഷെ തൽക്കാലം ആ ദിവസം ഒന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നാളെയായിരിക്കും പുതിയ തീയതി എടുക്കുക. സജോ ദേവസിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സജോ, ഈ വലിയ സംഘർഷത്തിന് ശേഷമുണ്ടായ ഈ നീക്കം അത് പക്ഷേ വലിയൊരു സംഘർഷം അല്ലെങ്കിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണം, ആ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. പക്ഷേ നിയമ നടപടികൾ തുടരും അല്ലേ? ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടാണ് സബ് കളക്ടർ OA ആൽഫ്രഡ് വ്യക്തമാക്കിയത്. അതായത് അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകും. ഇക്കാര്യത്തിൽ നേരത്തെ ഇപ്പോൾ ക്രമസമാധാന പ്രശ്നം പരിഗണിച്ചാണ് ഇന്ന് പൊളിക്കേണ്ടതില്ല, സമാധി സ്ഥലം അഥവാ കല്ലറ പൊളിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തത്. അതേസമയം നാളെ ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന പോലീസുമായും അടക്കം ആശയവിനിമയം നടത്തി എന്നത്തേക്ക് ഈ നടപടികളിലേക്ക് കടക്കണമെന്നൊരു തീരുമാനമെടുക്കും. അതിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പുതിയൊരു തീരുമാനമില്ല. നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് നടപടികളിലേക്ക് കടക്കുക എന്നത് സംബന്ധിച്ചൊരു ഉത്തരവ് നൽകിയിരുന്നു. ആ ഉത്തരവിന്റെ പകർപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ചർച്ച എന്നതല്ല, ഇതിന്റെ നിയമപരമായ വശം, അതിന്റെ ലീഗൽ പ്രശ്നം, അതിൽ ഇപ്പോൾ ഒരു മിസ്സിംഗ് കേസാണുള്ളത്. അത് കൂടുതൽ പരിശോധന, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും പരിശോധനകളിലേക്ക് പോവുകയും ചെയ്യണം. അത് നിയമപരമായും ബാധ്യതയുണ്ട് അക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്, പോലീസിന് ആ പരിശോധനകളിലേക്ക് കടക്കും എന്നതാണ്. അതിൽ മാറ്റമൊന്നുമില്ല. നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ടായി, തർക്കമുണ്ടായി, അവിടെ ഒരു സംഘർഷ സാഹചര്യം രൂപപ്പെട്ടു, വലിയ തർക്കങ്ങളുണ്ടായി, അവിടെ വിശ്വാസപരമായ പ്രശ്നം, അതിനിടെ ചില വർഗീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ മറ്റുമൊക്കെ ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ ചില ആളുകൾ ഉന്നയിക്കുന്നത് കണ്ടു. അതിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഡിഫ്യൂസ് ചെയ്യുന്ന നടപടി ഉണ്ടാകും എന്നുകൂടിയും സബ് കളക്ടർ പറയുകയാണ്. അങ്ങനെ ഈ കാര്യത്തിൽ ഒരു സെൻസിറ്റീവായ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട് എന്നിവയെല്ലാം പരിഗണിച്ച് എന്നത്തേക്ക് നടപടികളിലേക്ക് കടക്കണം എന്നൊരു തീരുമാനമെടുക്കും. അതിനുശേഷം ഫോഴ്സിനെ ഉപയോഗിച്ച് നടപടികളിലേക്ക് പോകുമെന്നതാണ്. ഉത്തരവിന്റെ പകർപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അവർക്ക് കോടതിയെ സമീപിക്കാം. അതായത് ഇക്കാര്യത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് വിശ്വാസപരമായി ആചാര
ആചാരപരമായ കാര്യമാണ്, സമാധി ഇരുത്തിയതാണ് എന്ന നിലയ്ക്ക് അവർക്ക് വിശ്വാസപരമായ നിലപാടുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ഇതിനിടെ സ്റ്റേ വാങ്ങിക്കാവുന്നതുമൊക്കെയാണ്. അങ്ങനെ ഒരു നിയമപരമായ സാധ്യത കുടുംബത്തിന് മുന്നിലുണ്ട്. അതിലേക്ക് അവർ കടക്കും എന്ന് നേരത്തെ വിവിധ സമുദായ സംഘടനകളും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. മക്കളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. അവരുടെ വിശദമായ മൊഴി വീണ്ടും രേഖപ്പെടുത്തണമെന്നതടക്കമുള്ള ആവശ്യവും അതിന്മേൽ പരിശോധന ഉണ്ടാകണം. അങ്ങനെയാണ് വേണ്ടത്. അതല്ലാതെ ഒരു ആചാരപരമായ വിശ്വാസപരമായ കാര്യം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അത് പൊളിക്കുക എന്നത്, ഫോഴ്സിനെ ഉപയോഗിച്ച് പൊളിക്കുക എന്നത് ശരിയല്ല, അത് അനുവദിക്കില്ല എന്നതാണ്. മറ്റ് നിയമപരമായ നടപടികൾ പൂർത്തീകരിക്കുക, അതിനുശേഷം കോടതിയിൽ നിന്നൊക്കെ ഒരു തീരുമാനം വരുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്നതാണ് സമുദായ സംഘടനകളുടെയും ഒക്കെ നിലപാട്. അവർ സംഭവ സ്ഥലത്തേക്ക് തന്നെ വിവിധ സമുദായ സംഘടനകൾ, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ ഒക്കെ വരികയും ചെയ്തിരുന്നു. അവരുടെ നിലപാടെന്ന നിലയ്ക്ക് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യവും അതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട്, അതായത് ഇവരെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിയമപരമായ കാര്യങ്ങൾ, പോലീസിന്റെ ബാധ്യത, ഇത്തരമൊരു അന്വേഷണവും പരിശോധനയും മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് കുടുംബം വലിയ രീതിയിലുള്ള പ്രതിഷേധം അടക്കം ഉയർത്തി അവിടെ ഏതെങ്കിലും നിലയ്ക്ക് പൊളിക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അത് സമാധി സ്ഥലം എന്നത് വിശ്വാസപരമായി ആചാരപരമായ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കയറി ഇത്തരത്തിലുള്ള പൊളിക്കലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് കുടുംബത്തിന്റെ നിലപാട്. അതേസമയം ഈ കാര്യത്തിൽ ദുരൂഹത നീക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലപാടാണ് നേരത്തെ സബ് കളക്ടർ വിശദീകരിച്ചത്. അതായത് പോലീസ് ഇതേ നിലപാടിലാണ്. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിന് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നേരത്തെ നമ്മൾ അവിടെ ഫോഴ്സ് എത്തുകയും ഈ നടപടികളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ കണ്ടതാണ്. വലിയ തർക്കവും കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന നിലയൊക്കെ ഉണ്ടായി. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് സബ് കളക്ടറും പോലീസ് സംഘവും പിന്മാറുകയും അതിനുശേഷം കുടുംബത്തെ അടക്കം വിളിക്കുകയും നെയ്യാറ്റിൻകരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.